നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജാക്സ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അജാക്സ് എഞ്ചിനീയറിംഗ്. ഇവരുടെ IPO ഫെബ്രുവരി 10 മുതൽ 12 വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. 1269.35 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. ഈ മുഴുവൻ തുകയും ഓഫർ ഫോർ സെയിൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ പ്രൊമോട്ടേഴ്സും ഇൻവെസ്റ്റേഴ്സും വിറ്റഴിക്കുന്ന ഓഹരികളായിരിക്കും 1269.35 കോടി രൂപയ്ക്കുള്ളത്. അജാക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവർ കോൺക്രീറ്റ് എക്യുപ്മെൻസിൻ്റെ മാനുഫാക്ചറേഴ്സ് ആണ്. അതായത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനി തന്നെയാണ്. ഈ കോൺക്രീറ്റ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റും മറ്റും റെഡി മിക്സർ വണ്ടികളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ നിർമ്മാതാക്കളാണ് അജാക്സ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ കമ്പനിയുടെ വിശേഷങ്ങളിലേക്കൊന്ന് കിടക്കാം. 3 പതിറ്റാണ്ടിലേറെയായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് അജാക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ളത്. അവർ പ്രധാനമായിട്ടും നിർമ്മിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൽഫ് ലോഡിംഗ് കോൺക്രീറ്റ് മിക്സേഴ്സ്, ബാച്ചിങ് പ്ലാന്റ്സ്, ട്രാൻസിറ്റ് മിക്സേഴ്സ്, ബൂം പമ്പ്സ്, പിന്നെ അതുപോലെ തന്നെ സ്ലിപ്പ് ഫോം പേവേഴ്സ്, റോഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളതാണ്. അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 3D കോൺക്രീറ്റ് പ്രിൻറ്റേഴ്സ്, ഇതെല്ലാം തന്നെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് അജാക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ളത്. അവർ ഈ രംഗത്ത് ഒരു മാർക്കറ്റ് ലീഡറാണ് ഇന്ത്യയിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. 110ഓളം വേരിയൻറ്റുകളാണ് കമ്പനി നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 28,000ഓളം യൂണിറ്റുകൾ ഇതിനകം തന്നെ അവർ ഇന്ത്യയിൽ വിൽപ്പന നടത്തി കഴിഞ്ഞു. അജാക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള ഈ കമ്പനിയുടെ പ്രധാന പ്രോഡക്റ്റ് ആയിട്ടുള്ള സെൽഫ് ലോഡിംഗ് കോൺക്രീറ്റ് മിക്സേഴ്സിൻ്റെ സെല്ലിങ്ങിൽ ഇന്ത്യയിലെ 75 മുതൽ 80% വരെ കമ്പനിയുടെ ഷെയറാണ്, അല്ലെങ്കിൽ അജാക്സ് എഞ്ചിനീയറിംഗിൻ്റെ വകയാണ്. അപ്പോൾ ഈ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, രാജ്യത്തെ ഈ കോൺക്രീറ്റ് ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോൺക്രീറ്റിൻ്റെ 12% ഇത്തരം സെൽഫ് ലോഡിംഗ് കോൺക്രീറ്റ് മിക്സറുകളുടെ ഉപയോഗത്താലാണ് എന്നുള്ളത് നമ്മൾ അറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്തരം ഉപകരണത്തിൻ്റെ വിൽപ്പനയിലൂടെ കമ്പനിയുടെ നേട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 58.36% വരും. പിന്നെ അത്തരത്തിലല്ലാത്തത്, അല്ലെങ്കിൽ സെൽഫ് ലോഡിംഗ് കോൺക്രീറ്റ് മിക്സർ അല്ലാത്ത ഉപകരണങ്ങൾ കമ്പനി നിർമ്മിക്കുന്നുണ്ടല്ലോ, അതായത് ബാച്ചിങ് പ്ലാന്റ്സ്, ട്രാൻസിറ്റ് മിക്സേഴ്സ്, ബൂം പമ്പ്സ്, ഇതെല്ലാം ഇതിൻ്റെ ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 24.42% ഇപ്പോൾ. ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്ന 4 മാനുഫാക്ചറിങ് യൂണിറ്റുകളാണ് കമ്പനിക്കുള്ളത്. ഇതിൽ 4ഉം തന്നെ കർണാടക സംസ്ഥാനത്തിലാണ്. അതിൽ ഇപ്പോൾ സെൽഫ് ലോഡിംഗ് കോൺക്രീറ്റ് മിക്സർ നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാന്റ് ഉൾപ്പെടെയാണ് ഈ പറഞ്ഞ 4 യൂണിറ്റുകളുണ്ടെന്ന് പറഞ്ഞത്. ഇത് കൂടാതെ 23ഓളം ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും പിന്നെ നേപ്പാളിലും ഭൂട്ടാനിലും എല്ലാം ഇവർക്ക് ശക്തമായ ഡീലർഷിപ്പ് സംവിധാനങ്ങളുണ്ട്. പിന്നെ 114ഓളം ടച്ച് പോയിൻറ്റ്സ് ആണ് ഇത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ സർവീസിനും മറ്റ് സപ്പോർട്ടിനും മറ്റുമായി കമ്പനി ഒരുക്കിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് പുറമെ ബംഗ്ലാദേശ്, ശ്രീലങ്ക, മ്യാൻമാർ, മൊസാംബിക്, ഫിലിപ്പൈൻസ്, കെനിയ, UAE, വിയറ്റ്നാം, കംബോഡിയ, ഒമാൻ, ഉഗാണ്ട, ഈജിപ്റ്റ് തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ കമ്പനിക്ക് ഇത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട്. ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ 2024 കണക്ക് വെച്ച് ഈ ഉപകരണങ്ങൾ വിറ്റതും സ്പെയർ പാർട്സ് വിറ്റതുമായിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 16,000ഓളം കസ്റ്റമേഴ്സാണ് ഇന്ത്യയിൽ തന്നെ കമ്പനിക്കുള്ളത് ഈ ഒരു വർഷം. ഇനി അജാക്സിൻ്റെ പ്രധാന പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. കൃഷ്ണസ്വാമി വിജയ്, ജേക്കബ് ജിതിൻ ജോൺ, കല്യാണി വിജയ്, മാധുരി വിജയ്, പ്രശാന്ത് വിജയ്, റേച്ചൽ രേഖ ഹാൻസൺ, സവിത ക്രിസ്റ്റീന അലക്സാണ്ടർ, സീൻ അലക്സാണ്ടർ, ഗ്രീൻ ഹെവൻ ട്രസ്റ്റ്, അതുകൂടാതെ ഒഹാന ട്രസ്റ്റ്, ജേക്കബ് ഹാൻസൺ ഫാമിലി ട്രസ്റ്റ്,
ജോൺസ് ലവേഴ്സ് ട്രസ്റ്റ് എന്നിങ്ങനെയാണ് ഇവരുടെ പ്രൊമോട്ടേഴ്സിൻ്റെ ലിസ്റ്റ്. ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശമാണ് ഇഷ്യൂവിന് മുമ്പ് 53.5% ഓഹരികളും. ഇനി കമ്പനിയുടെ മറ്റ് കീ പോയിന്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ EPS 19.58, പി റേഷ്യോ 32.12, NAV 80.24 എന്നിങ്ങനെയാണ് കാണുന്നത്. ഇനി ഫിനാൻഷ്യൽ കണക്ക് നോക്കുകയാണെങ്കിൽ 2022 മുതൽ 2024 കൂടാതെ ഏറ്റവും പുതിയ വർഷത്തെ ഹാഫ് ഇയർലി കണക്കുകൾ വരെ റവന്യൂവിൽ ക്രമമായിട്ടുള്ള ഉയർച്ച കാണുന്നുണ്ട്. അതുപോലെ തന്നെ നെറ്റ് ഇൻകത്തിലും നല്ല പുരോഗതിയാണ് കാണുന്നത്. അപ്പോൾ 2022 763.29 കോടി രൂപയായിരുന്നു റവന്യൂ എങ്കിൽ അത് അടുത്ത വർഷമായപ്പോൾ 1151.13 കോടി രൂപയായിട്ട് വർദ്ധിച്ചു. 2024 1741.4 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ. അതുപോലെ തന്നെ നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിലും 66.21 കോടി രൂപയാണ് 2022 അടുത്ത വർഷം 135.9 കോടി രൂപയാണ്. അത് 2024 ആയപ്പോഴത്തേക്ക് 225.15 കോടിയും ഹാഫ് ഇയർലി ഏറ്റവും പുതിയത് 101.24 കോടി രൂപയായിട്ടുമാണ് കാണുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ കണക്കുകൾ വളരെ പ്രോത്സാഹജനകമാണ്. ഇനി കമ്പനിയുടെ പിയർ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ലിസ്റ്റഡ് പിയർ കമ്പനികൾ നോക്കുകയാണെങ്കിൽ ആക്ഷൻ കൺസ്ട്രക്ഷൻ അതിൻ്റെ PE 45.38 ആണ്. പിന്നെ BEML ലിമിറ്റഡ് 58.07 അതിൻ്റെ PE റേഷ്യോ കാണുന്നത്. ഇനി ലീഡ് മാനേജേഴ്സ് ആരൊക്കെയാണ്, അതിൻ്റെ രജിസ്ട്രാർ ആരാണ് എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ICICI സെക്യൂരിറ്റീസ്, സിറ്റി ഗ്രൂപ്പ്, പിന്നെ JM ഫിനാൻഷ്യൽസ്, നുവാമ വെൽത്ത് മാനേജ്മെൻറ്റ്, SBI ക്യാപിറ്റൽ, ഇതൊക്കെയാണ് ഇതിൻ്റെ കമ്പനിയുടെ ലീഡ് മാനേജേഴ്സ്. പിന്നെ രജിസ്ട്രാർ ലിങ്കിൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമാണ്. ഇനി അജാക്സ് എഞ്ചിനീയറിംഗിൻ്റെ IPO ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിൽ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്ന ഡേറ്റുകൾ ഫെബ്രുവരി 10 മുതൽ 12 വരെയാണ്. പ്രൈസ് ബാൻഡ് എന്ന് 599 രൂപ മുതൽ 629 രൂപ വരെയാണ്. ഇതിൻ്റെ ഫേസ് വാല്യൂ 1 രൂപയാണ് എന്ന് ഓർക്കണം. അതാണ് 599 രൂപ മുതൽ 629 രൂപ വരെ ആയിരിക്കുന്നത്. എങ്കിലും റീസണബിളി പ്രൈസ്ഡ് ആണ് ഇത് എന്ന് പറയാം. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, 78,947 ഓഹരികൾ ഇവർ എലിജിബിൾ ആയിട്ടുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല എംപ്ലോയീസിന് 59 രൂപ 59 റുപ്പീസ് ഡിസ്കൗണ്ടും നൽകുന്നുണ്ട്. എംപ്ലോയീസിന് മാത്രമേ ഉള്ളൂ അത് എന്ന് ഓർക്കുക. പിന്നെ ഫ്രഷ് ഓഹരികളുടെ ഇഷ്യൂ ഒന്നുമില്ല, എല്ലാം ഓഫർ ഫോഴ്സിലാണ്. 2.01 കോടി ഓഹരികളാണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇഷ്യൂ സൈസ് 1269.35 കോടി രൂപയാണ് അപ്പർ ബാൻഡ് വെച്ച് കണക്കാക്കുമ്പോൾ. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുമ്പോൾ അതാണ് 1269.35 കോടി രൂപ. ഇത് അപ്ലൈ ചെയ്യേണ്ടത് മിനിമം 23 ഓഹരികളാണ്. അതായത് ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 23 ഓഹരികളാണ്. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, റീറ്റെയിലേഴ്സിന് 35% ഓഹരികൾ അലോട്ട് ചെയ്യുന്നുണ്ട്. 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, ബാക്കി 15% നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കുന്നത്. ഫെബ്രുവരി 13 ആയിരിക്കും ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യും. അത് ലിസ്റ്റിംഗ് മിക്കവാറും ഫെബ്രുവരി 17 ആയിരിക്കും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുന്നവരോട് പറയാനുള്ള, അജാക്സ് എഞ്ചിനീയറിംഗ് ആണ് അവരുടേതായ മേഖലകളിൽ 75% മാർക്കറ്റ് ഷെയർ കമ്പനിക്കാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. 75 മുതൽ 80% വരെയാണ് ഇത്തരത്തിലുള്ള സെൽഫ് ലോഡിംഗ് കോൺക്രീറ്റ് മിക്സറിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട രാജ്യത്തെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് അജാക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ളത്. റീസണബിളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഇത് എന്ന് പറയാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എംപ്ലോയീസിനൊരു 78,947 ഓഹരികൾ അവർ റിസർവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഓർക്കുക. ഇത് ലിസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും 7,196.19 കോടി രൂപയായിരിക്കും മാർക്കറ്റ് ക്യാപ്പായിട്ട് വരിക. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് എല്ലാവർക്കും തന്നെ നല്ലതാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മിഡ് ടേം ആണെങ്കിലും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ഇത് വളരെ മികച്ച ഒരു ഇഷ്യൂ തന്നെയായിട്ടാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം.
അജാക്സ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO ഡീറ്റെയിൽസ് കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ എല്ലാ രീതിയിലും വീഡിയോയെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മടിക്കേണ്ടതില്ല. നമുക്ക് മറ്റൊരു IPO വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.